യൂട്യൂബ് മോണിറ്റൈസേഷന്റെ 3 പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഈ 3 അപ്ഡേറ്റുകളും വളരെ രഹസ്യമായി തന്നെ യൂട്യൂബ് ഓൾറെഡി റോൾ ഔട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിൽ മൂന്നാമത്തെ അപ്ഡേറ്റ് കുറച്ച് ദിവസം മുമ്പ് തന്നെ പലർക്കും കിട്ടി തുടങ്ങിയിട്ടുള്ളതാണ്. പലരും എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റുമാണ്. അതുകൊണ്ട് ഈ 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കിട്ടും. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ ഏണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, പ്ലെയർ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക് ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നോക്കുക കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓപ്ഷനെ കൂടി നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഓപ്ഷനിലൂടെയും നമുക്ക് ഇനി മുതൽ പൈസ ഉണ്ടാകാവുന്നതാണ്. ഇനി ഇത് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ വീഡിയോസ് എഡ്യൂക്കേഷണൽ പർപ്പസിനായി സ്കൂളുകളിലോ കോളേജുകളിലോ മറ്റേതെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അവിടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോസിൽ പരസ്യം കയറാതെ തന്നെ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഈ വീഡിയോസ് അവരുടെ സ്കൂളിലൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ സെപ്പറേറ്റ് പ്ലെയറിലായിരിക്കും അവർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ യൂട്യൂബിന് പൈസ കൊടുക്കും. അതിൽ നിന്ന് നമുക്കും നമ്മുടെ പൈസ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നോർമലി ഓടിക്കിട്ടുന്ന ആ ഒരു പൈസയും കിട്ടും. അതുപോലെ തന്നെ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഓടിക്കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പൈസയും കിട്ടും. രണ്ട് രീതിയിലും ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് പൈസ കിട്ടും. ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും കിട്ടിയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത അപ്ഡേറ്റ് ആണ് ക്രിയേറ്റർ പാർട്ട്ണർഷിപ്സ്. അതായത് ഈ മോണിറ്റൈസ് ആയ ചാനലുള്ളവർക്കറിയാം, നിങ്ങൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ബ്രാൻഡ് കണക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇത് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് ആണ് ക്രിയേറ്റർ പാർട്ട്ണർഷിപ്സ്. അതായത് ഈ ബ്രാൻഡ് കണക്ട് പ്ലസ് ക്രിയേറ്റർ ഹബ്, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് പുതിയൊരു പേരിലാണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡ്സ് നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. നിങ്ങളൊരു മീഡിയ കിറ്റ് റെഡിയാക്കി നിങ്ങളുടെ ഈ ചാനലിൽ വെക്കുക. അങ്ങനെ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഡേറ്റ ഈ ബ്രാൻഡ്സിന് കിട്ടും. അതിനുശേഷം ഓപ്പൺ കോളിലൂടെ നിങ്ങൾക്ക് ഈ ബ്രാൻഡ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് ഈ ബ്രാൻഡ്സ് അവരെന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്, എത്ര പൈസയാണ് തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു ഓപ്പൺ കോളിൽ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ടായിരിക്കും. അതിൽ ഏത് ബ്രാൻഡ്സിനാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ആ ബ്രാൻഡ്സിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് ഇൻ ഫ്യൂച്ചറിൽ ഈ ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പിലൂടെ നമുക്ക് ഇനി മുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ആണ് പേയ്മെന്റ് ആക്ടിവിറ്റി ഓവർവ്യൂ. ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. അതായത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ ഒന്നായിരിക്കും, ഫൈനൽ എമൗണ്ട് കിട്ടുന്നത് മറ്റൊന്നായിരിക്കും. ഇത് ഒന്നാമത്തെ കാര്യം, ഇതിവിടെ സോൾവ് ആകും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ചാനൽ ഉള്ളവർ അവർ ഈ കൊടുത്തിരിക്കുന്ന ആഡ്സെൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ജിമെയിൽ ഐ ഡിയിലായിരിക്കും ഇവർ ഈ ആഡ്സെൻസ് എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത്. അതായത് 3 ചാനൽ ഉണ്ടെങ്കിൽ 3 ചാനലും കൂടെ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡിയിലായിരിക്കും അതിൻ്റെ ആഡ്സെൻസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ചാനലിൻ്റെയും ഏൺ സെക്ഷനിൽ കയറി ഇവിടെ എത്ര കിട്ടി, ഇവിടെ എത്ര കിട്ടി, ഇവിടെ എത്ര കിട്ടി, ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫൈനൽ പേയ്മെൻ്റ് ആയാലോ ഈ ആഡ്സെൻസിൽ കയറിയിട്ട് ഈ ഓരോ ചാനലിൽ നിന്നും എത്ര കിട്ടി എന്നുള്ളത് നോക്കാൻ പലർക്കും കൺഫ്യൂഷനും ഉണ്ടായെന്ന് വരാം. അപ്പം ഇവിടെയാണ് യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനൽ ഉണ്ടെങ്കിൽ ഈ എല്ലാ ചാനലിൻ്റെയും ആഡ്സെൻസ് ഒരു ചാനലിൻ്റെ ജിമെയിൽ ഐ ഡിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ചാനലിൻ്റെ ഏൺ സെക്ഷനിൽ തന്നെ ഈ എല്ലാ ചാനലിൻ്റെയും പേയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇനി മുതൽ കാണിക്കും. അതായത് എസ്റ്റിമേറ്റഡ് റവന്യൂവും കാണിക്കും, അതുപോലെ തന്നെ ഫൈനൽ പേയ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ചാനൽസിൻ്റെയും ഈ ഒരു ചാനലിൻ്റെ ഈ ഏൺ സെക്ഷനിൽ തന്നെ ഏത് ചാനലിലാണോ നിങ്ങളുടെ ഈ ആഡ്സെൻസ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ചാനലിൻ്റെ ഏൺ സെക്ഷനിൽ തന്നെ കാണിക്കും. ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഈ ആഡ്സെൻസിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവിടെ കയറി വെറുതെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ മെയിൻ ചാനൽ ഏതാണോ ആ ചാനലിൻ്റെ ഏൺ സെക്ഷനിൽ നോക്കിയാൽ മാത്രം മതി. ഇത് ഓൾറെഡി ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പലരും ഈ ഒരു കാര്യം പറഞ്ഞതിനെ കോൺടാക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള 3 മോണിറ്റൈസേഷൻ അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.